ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ. അത് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് പഴവും ഗോതമ്പ് പൊടിയും വെച്ചിട്ടാണ്. നമ്മുടെ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം. ഇതിൻ്റെ ഒരു ഫ്ലേവർ നമുക്ക് ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിട്ടാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഐറ്റംസ് എന്ന് ഞാൻ പറയാം. 2 പഴം എടുത്തിട്ടുണ്ട്, ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, 250 ml കപ്പിൽ 1 കപ്പ് ഗോതമ്പ് പൊടി ജസ്റ്റ് നമ്മളൊന്ന് ചൂടാക്കി അതിൻ്റെ ആ ഒരു സ്മെല്ലൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഒരു പച്ച സ്മെല്ല് പോലെ നമുക്ക് തോന്നും, അതൊന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. 4 അച്ച് ശർക്കര 250 ml കപ്പിൽ 1 കപ്പ് വെള്ളത്തിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലും. ഇത്ര ഐറ്റംസാണ് നമുക്ക് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പഴമൊക്കെ നല്ല പോലെ ഒന്ന് ഒലിച്ച് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമുക്ക് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. 1 ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ തേങ്ങയും പഴവും ഒന്ന് നമുക്ക് വാട്ടിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് പഴം ഇട്ട് കൊടുക്കാം. പഴം ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതൊന്നും കൂടെ ഒന്ന് റെഡിയായി വരട്ടെ. നമ്മുടെ തേങ്ങ ഒന്ന് ഡ്രൈ ആയി വരണം. ഇനി നമ്മളിതിലേക്ക് മെൽറ്റാക്കി വെച്ചിട്ട് നമ്മുടെ ഈ ഒരു ശർക്കര പാനി ഒഴിച്ച് കൊടുക്കും. ഇനി നമ്മുടെ ഈ ഒരു ശർക്കര പാനിയിൽ നമ്മുടെ ഈ ഒരു തേങ്ങയും നമ്മുടെ ഈ ഒരു പഴവും കൂടെ നല്ല പോലെ ഒന്ന് പിടിച്ച് ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ശർക്കര പാനിയും പഴവും കൂടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് കപ്പലണ്ടി നമ്മുടെ പീനട്ട് ഇടിക്കല്ലിൽ വെച്ചൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാട്ടോ. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചൂടാറി വരട്ടെ. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ഗോതമ്പ് പൊടി ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇത് നല്ല പോലെ ഒന്ന് ചൂടാറി വരട്ടെ. പിന്നെ നമ്മളൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും ചേർക്കണം. ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ, മെൽറ്റ് ചെയ്തെടുത്ത നമ്മുടെ ശർക്കര പാനി, ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂണ് ഏലക്കാപ്പൊടി, ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് നമ്മുടെ ക്യുമിൻ സീഡ്, അതും കൂടി ചേർക്കും. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ തേങ്ങാ മിക്സും പഴവും കൂടെ ചേർത്ത് നമുക്ക് കൈ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മിക്സും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരല്പം കൂടെ നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മുടെ ഈ ഒരു പഴമൊക്കെ ഇതിൽ നല്ല പോലെ അങ്ങ് ഉടഞ്ഞ് കിട്ടണം. ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഒരല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് പച്ചവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ?
ഈ ഒരു രീതിക്ക് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ ഞാൻ ഇതേപോലൊരു കേക്കിൻ്റെ ഒരു മോൾഡിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിതിൻ്റെ അടിയിലേക്ക് ഒരു വാഴയില ഒന്ന് വെട്ടി ഇതേപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് നമ്മുടെ ഇടിയപ്പത്തട്ടിലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിതാ കുറച്ച് പീനിട്ട് ഇതിൻ്റെ മീതേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതാ സ്റ്റീം ചെയ്യാനായിട്ട് ഒരു പോട്ടിൽ നമ്മൾ വെള്ളം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നമ്മുടെ ഈ ഒരു ബാറ്ററിൻ്റെ ഒരു ടിന്ന് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് മൂടി കൊടുക്കാം. അടച്ചു വെക്കാം. ഒരു 25 മിനിറ്റ് ഇതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഒരു 30 മിനിറ്റോളം ആയിട്ടുണ്ട്. ഒന്ന് എടുത്ത് മാറ്റാം. പിന്നെ നമുക്കിതൊരു സ്ക്വയർ വെച്ചൊന്ന് കുത്തി നോക്കാം കേട്ടോ. നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്തു മാറ്റി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, തണുത്തപ്പോൾ ഇത് സൈഡൊക്കെ നല്ല പോലെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. ഇനി നമ്മളിതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കത്തി വെച്ചിട്ട് നമ്മൾ ഈ ഒരു സൈഡൊന്ന് ഇതേപോലെ ഒന്നാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ കണ്ടില്ലേ പോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ വൈകിട്ടുള്ള ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മധുര പലഹാരം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റവും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ഒരു പായസത്തിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറാട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.